പ്രൈസ് ലോഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 14 അധ്യായം അതിൻ്റെ 12 വാക്യം, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 12. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. ചില അത്ലറ്റ്സ് മനഃപൂർവ്വമായി തന്നെ വെയിറ്റ് അത് വെച്ചുകൊണ്ടങ്ങ് ഓടും. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റാമിന ഒന്ന് ബിൽഡ് ചെയ്യണമെന്നും. എൻഡ്യൂറൻസ് ഉണ്ടല്ലോ, ചിലതൊക്കെ വഹിക്കാനും സഹിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതൊക്കെ ഒന്ന് വളർത്തിയെടുക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഒരു റേസിൽ ഒരു ദിവസം വെയിറ്റ് ഫ്രീ ആയിട്ട് റൺ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ക്രിസ്പിയായിട്ട് അത് വിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മളിൽ പലരും വെയിറ്റ് ക്യാരി ചെയ്യുക. എന്തിനാ? നമ്മൾ വിചാരിക്കുന്നതിൻ്റെ വിപരീതമായിട്ടുള്ള സംഗതികളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത്. വലിയ ദുഃഖത്തിലേക്ക് നമ്മെ ആ ഭാരങ്ങൾ കൊണ്ടെത്തിക്കും. എല്ലാത്തിനും ഒരു ബൗണ്ടറി ഇടാനായിട്ട് നാം നോക്കണം. എബ്രായർ 12:1 നമുക്കറിയാവുന്ന വാക്യമാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇവിടെ വെയിറ്റ് ഭാരം എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു ബേർഡനാകാം. ആ ബേർഡനാണ് നമ്മൾ വഹിക്കുന്ന ആ വലിയ ഭാരം. എന്നാൽ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമല്ലേ? ഞാൻ പറയട്ടെ, ഓട്ടക്കളത്തിൽ ഓടുന്ന അനേക വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ചുമക്കുന്ന വേറൊന്നുണ്ട്, പാപം, സിൻ. ഒരു ഡിഗ്രി വരെ, ഒരു പരിധി വരെ നാം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വെയിറ്റ് ക്യാരി ചെയ്യുന്നവരാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നാം ചെയ്തു കൂട്ടുന്ന ജോലികളും റെസ്പോൺസിബിലിറ്റികളും, ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വർക്ക് പ്ലേസിൽ അവർ വഹിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ ഒത്തിരി പേര് ഡിപ്പെൻഡൻസാണ് അവർ നമ്മെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, പല വെയിറ്റുകളും ഭാരങ്ങളും നോർമലാണ്. ഡെയിലി ലൈഫിൽ നാം അത് വഹിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് അവകാശമില്ലാത്ത വെയിറ്റുകളൊക്കെ നാം എടുത്ത് ചുമക്കാൻ പോകുമ്പോൾ, അതായത് ദോസ് വെയ്റ്റ്സ് ദാറ്റ് ഡോണ്ട് ബിലോങ് ടു അസ്, നമ്മളത് പിക്കപ്പ് ചെയ്ത് അങ്ങോട്ട് വഹിച്ച് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ കുമിള് പൊട്ടുന്നത് പോലെ പൊട്ടി പൊട്ടി വരും. പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആകും. നമ്മുടെ ബേൺ ഔട്ടൊക്കെ കൂടത്തേ ഉള്ളൂ. ഇവിടെ പൂർ ബൗണ്ടറീസ്, അതായത് ശോഷിച്ച ക്ഷീണിച്ച അതിരുകൾ നാം പലതിനും വെച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ? നാം തന്നെ പലതും പിക്കപ്പ് ചെയ്യാൻ തക്കവണ്ണം ബാധ്യസ്ഥരായിത്തീരും. തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. ചെയ്യേണ്ട ചില കാര്യങ്ങളൂടെ നാം ചെയ്യേണ്ടതാണെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ കയറി വരും. ദൈവമക്കളെ, ആ ചിന്തകളൊക്കെ നമ്മളെ ഹുക്ഡപ്പായിട്ട് അങ്ങ് പിടിക്കും. നിന്നെ ആവശ്യമുള്ള സ്ഥലത്ത് നിന്നെ വേണ്ടി വരുമ്പോൾ, അതായത് ഡ്രൈവർ സീറ്റ് ചിലപ്പോൾ നിന്നെ ആവശ്യമായി വരുമ്പോൾ, കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം നിന്നെ ആവശ്യമായി വരുമ്പോൾ, നിനക്കൊരു റിജക്റ്റഡ് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നിൻ്റെ പൊട്ടൻഷ്യലൊക്കെ അപ്പോൾ കുറഞ്ഞു പോയിരിക്കും.
മറ്റുള്ളവരുടെ ഭാരങ്ങളെല്ലാം എടുത്ത് ചുമക്കണ്ട കേട്ടോ. അതെല്ലാം എടുത്ത് വഹിക്കണ്ട. ഫിയർ ഓഫ് റിജക്ഷൻ അല്ലെങ്കിൽ അബാൻമെൻറ്റ്, അതെല്ലാം നമ്മളെ കയറിപ്പിടിക്കും. അതൊക്കെയാണ് പ്രശ്നം. ഫാസ്റ്റ് ട്രാക്ക് ബേൺ ഔട്ട് നമ്മളെ കയറിപ്പിടിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നീരസങ്ങൾ കൊണ്ടുവരും. വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാരങ്ങൾ നാം ക്യാരി ചെയ്യണം. ഞാൻ പറയട്ടെ, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങളുടെ കണക്ക് ദൈവത്തെ ബോധിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? നമ്മൾ ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ നാം പ്രാധാന്യത കൊടുത്ത് മനസ്സിലാക്കി അനുസരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നാം വിട്ടുകളയണം. സ്ട്രിപ്പ് ഓഫ് എവ്രി വെയ്റ്റ് ദാറ്റ് സ്ലോസ് us ഡൗൺ. ദൈവമക്കളെ, സമയം മാറ്റി വെക്കണം കേട്ടോ. ഇതൊക്കെ ഇടയ്ക്കൊന്ന് വലിച്ചു പറിച്ച് കളയാൻ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ മുഖം മൃദുവാന്ന്, അത് ലഘുവാന്ന്. എനിക്ക് യേശു കർത്താവിൻ്റെ കാര്യത്തിൽ ഏറ്റവും എന്നെ സ്വാധീനിക്കുന്നൊരു ഭാഗം, താൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. അവൻ്റെ ആ ഒബീഡിയൻസ് പിതാവിനോടുള്ളത്. നമുക്കൊക്കെ ഈ ലോകത്തിൻ്റെ ഒരവസാനം കണ്ടെത്താൻ പറ്റാത്ത ആവശ്യതാ ഭാരങ്ങളുടെ മധ്യ കടന്ന് നാം കുഴയുമല്ലേ. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ബെഥസ്ദ കുളക്കര കിടക്കുന്ന ഒരു മനുഷ്യൻ, സിക്കായിട്ടുള്ള രോഗിയായിട്ടുള്ള മനുഷ്യൻ, അനേകരവിടെ കിടപ്പുണ്ട്. ദൂതൻ അതത് സമയത്തിറങ്ങി വെള്ളം കലക്കുമ്പോൾ ആദ്യം ചാടി ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. ഈ മനുഷ്യനെ ആരും ഇറക്കാനില്ല. പക്ഷേ അവനെ അവിടെ ഉപേക്ഷിച്ചില്ല. യേശു അവിടെ വന്നു. യേശു വിശ്വസ്തനാണ് കേട്ടോ. പിതാവ് പറയുന്നതൊക്കെ എൻ്റെ യേശു ചെയ്യും. അവിടെ വന്ന് ഈ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. ദൈവമക്കളെ, നീ ക്യാരി ചെയ്യുന്ന ഒത്തിരി ബേർഡൻസ് നിൻ്റേതല്ല. നീ ക്യാരി ചെയ്യുന്ന ഒത്തിരി ബേർഡൻസ് നീ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരാളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നീ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ആ ഭാരം മുഴുവൻ വഹിക്കുന്നത്. ആർക്കും ചുമക്കാൻ കഴിയാതെ വണ്ണം കിടക്കുന്ന ചില ബേർഡൻസ് എടുത്ത് ചുമക്കുന്നത്. അവരവർക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ മടിച്ച് നിന്ന് കിടക്കുന്നവർക്ക് വേണ്ടി പ്രൊവിഷൻസ് കൊടുക്കാൻ നീ കിടന്ന് ഭാരപ്പെടുന്നത്. വൺ സൈഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും റിലേഷൻസിൽ കാണുമല്ലേ. ചിലർക്ക് കിട്ടണം എന്നുള്ളൊരു വ്യാരേ ഉള്ളൂ. അവർ കൊടുക്കാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ കൊടുത്ത് നീ ഭാരപ്പെടുന്ന ചില അവസ്ഥകളുണ്ടല്ലോ. ബുദ്ധിയോടെ ദൈവം തന്ന ജ്ഞാനത്തിനൊത്തവണ്ണം കാര്യങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. മറ്റുള്ള ചിലരോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് നോ പറയാൻ നിനക്ക് പേടിയാണ്. കാരണം അവരെന്നെ വിട്ടേച്ച് പോയാലോ, അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചോ, അല്ല അവരെന്നെ ഉപേക്ഷിക്കുമെന്ന് വിചാരിച്ചോ, ആ റിജക്ഷൻ്റെ വെയിറ്റ് നിനക്ക് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ നീ നോ പറയാൻ മേലാത്തതുകൊണ്ട് ആ റിജക്ഷൻ്റെ വെയിറ്റ് നീ അങ്ങ് താങ്ങുക. ഈ നാളിൽ അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ തക്കണ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ചില ഭാരങ്ങളെ ഒന്ന് വിവേചിച്ചറിയുവാൻ നീ എന്നെ സഹായിക്കണേ. നിന്നെ സേവിക്കുന്നതിലുള്ള ആ സന്തോഷത്തെ
എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന സംഗതികളെ മനസ്സിലാക്കാൻ നീ എന്നെ സഹായിക്കണമേ. എല്ലാത്തിനും ഒരു ഹെൽത്തി ബൗണ്ടറി വെച്ച് നീ എന്നെ എന്തിനു വേണ്ടി വിളിച്ചോ അത് ദിനം തോറും ചെയ്തെടുത്തുകൊണ്ട് പോകുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തെരുമാറാകണമേ. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ജീവിതത്തിൻ്റെ പ്രഷേഴ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ കർത്താവ് എടുത്തു മാറ്റണമേ. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ഞാൻ വിട്ടുകളയേണ്ട ഭാരങ്ങൾ വിട്ടുകളവാൻ്റെ കണം. കർത്താവെ, നിന്നോട് കൃപ ചോദിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.